യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മാസത്തിൻ്റെ 3-ാം വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിട്ടിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാകാനിടവരട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ വീടിൻ്റെ ഓരോ മുറികൾ, കയറി വരുന്ന വഴി, 4 അതിരുകൾ, ചുറ്റോട് ചുറ്റും മുകളിലൊരു നിലയുണ്ടെങ്കിൽ അത്, താഴത്തെ ഭാഗം, നിങ്ങൾ ഓടിക്കുന്ന വാഹനം, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുമ്പോൾ വചനം ഒന്ന് ഓർത്തേ. ഈ വചനം ഓർക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീടിനെ മനസ്സിൽ കണ്ടേ, ആ വീടിൻ്റെ ഓരോ മുറികളും മനസ്സിൽ കണ്ടേ. നിങ്ങളായിരിക്കുന്ന സ്ഥലം, ഈ കേൾക്കുന്ന പ്രാർത്ഥനയും വചനവും നിങ്ങളുടെ വീടിനെയും വീട്ടിലുള്ളവരെയും പ്രകാശിപ്പിക്കട്ടെ, അനുഗ്രഹത്തിലാക്കട്ടെ, ഐശ്വര്യത്തിലാക്കട്ടെ. ഈ വചനം പ്രകാശിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? വചനം നമ്മളെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. വചനം സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മളെ ചെയ്യേണ്ടതേത്, ചെയ്യേണ്ടാത്തതേത്, പറയേണ്ടതെന്ത്, ഇത് പറയേണ്ടതാണോ പറയേണ്ടാത്തതാണോ, ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടാത്തതാണോ, പോകേണ്ടതാണോ പോകേണ്ടാത്തതാണോ, എല്ലാം ദൈവം നിയന്ത്രിക്കും. അതായത് ഒരു അപ്പനോ അമ്മയോ അവരുടെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ മുറുക്ക പിടിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ, അപ്പൻ്റെയോ അമ്മയുടെയോ കയ്യിൽ ഇരിക്കുന്നൊരു കുഞ്ഞിന് ആഗ്രഹമുണ്ട് അങ്ങോട്ടിറങ്ങി 2 ചാട്ടം ചാടണം, ഒന്ന് ഓടണം, കളിക്കണം, ചിരിക്കണം, പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കയ്യിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ കയ്യിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ? ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അത് അറിവും പാകതയുള്ള ഒരാളുടെ കൈക്കകത്ത് സ്നേഹത്തോടെയുള്ളൊരു ചേർത്ത് പിടിക്കലുണ്ട് അവിടെ. ഇതുപോലെ വചനം കേൾക്കുന്ന നിങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ നമ്മളെ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട്. അത് അനുഗ്രഹമായിട്ട് മാറും. പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലായില്ലേലും പിന്നീട് നമുക്കത് വ്യക്തമായും കൃത്യമായും മനസ്സിലാകും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു നിയന്ത്രണം, സ്നേഹത്തോടെയുള്ളൊരു നിയന്ത്രണം നമ്മുടെ മേലുണ്ടെന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രതീക്ഷയോടെ ഈ വെള്ളിയാഴ്ച വചനം കേൾക്കുകയാണ്. കേൾക്കുന്ന വചനം, ദൈവവചനം നമ്മൾ കേൾക്കുന്നത് സങ്കീർത്തനം 97-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനം 97-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ നശിപ്പിക്കുന്നു. വൈരി എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ. അഗ്നി മുൻപേ നീങ്ങുന്നു, അത് അതിൻ്റെ വൈരികളെ നശിപ്പിക്കുന്നു. അഗ്നി മുൻപേ നീങ്ങുന്നു. ഈ വചനം ഒരു അഗ്നിയാണ്. ജീവിതത്തിൻ്റെ മുന്നേ പോകേണ്ട അഗ്നിയാണിത്. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. വിളക്കാണിത്, വെളിച്ചമാണ്, ശക്തിയുള്ള വെളിച്ചമാണ്, ശക്തിയുള്ള വചനമാണ്, ശക്തിയുള്ള വാക്കുകളാണ്. അത് വൈരികളെ നശിപ്പിക്കുന്നതാണ്. ചിലർ പറയില്ലേ, എൻ്റെ ജീവിതത്തിലെല്ലാം തടസ്സമാണ്, ജോലി തടസ്സം, വിവാഹ തടസ്സം, അല്ലെങ്കിൽ എന്തിനിറങ്ങിയാലും എനിക്ക് ഭയങ്കര തടസ്സമാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എല്ലാം തടസ്സമാണല്ലോ, എന്തിനിറങ്ങിയാലും തടസ്സമാണല്ലോ, എല്ലാ കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടും തടസ്സമാണല്ലോ, എന്തെല്ലാം ചെയ്തു നോക്കി, എനിക്ക് ഈ ഊരാക്കുടുക്കിൽ നിന്നൊന്ന് കയറാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി എൻ്റെ മുന്നേ പോകണമേ, അങ്ങയുടെ വചനത്തിൻ്റെ തീനാളം മുന്നേ പോകണമേ, എല്ലാ തടസ്സങ്ങളെയും വൈരികളെയും ദഹിപ്പിക്കണമേ. തടസ്സങ്ങൾ മാറും. അടുത്ത ഭാഗം 4-ാമത്തെ വാക്യം. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ലോകത്തെ അവിടുത്തെ വചനത്തിൻ്റെ മിന്നൽ പിണർ
നിങ്ങളുടെ ജീവനെ, ജീവിതത്തെ, കുടുംബത്തെ, ഭാവിയെ പ്രകാശിപ്പിക്കുന്നതാണ്. വചനത്തിൻ്റെ മിന്നൽ പിണരാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. വചനത്തിൻ്റെ അവിടുത്തെ മിന്നൽ പിണരുകൾ, ഞാൻ വിശ്വസിക്കുന്നു വചനത്തിൻ്റെ മിന്നൽ പിണരാണ് ഓരോ ഡെയിലി ബ്ലെസ്സിങ്ങും. വചനത്തിൻ്റെ മിന്നൽ പിണരുകളാണ്. അത് ലോകത്തെ, നിങ്ങളുടെ ജീവിതത്തെ, ഇരുട്ടായതിനെ, മങ്ങിയതിനെ, നിഴലിച്ച് നിൽക്കുന്നതിനെ കൂടുതൽ വെളിച്ചമുള്ളതാക്കും, പ്രകാശിപ്പിക്കുന്നു. ഭൂമി അതുകൊണ്ട് വിറകൊള്ളുന്നു. 5-ാമത്തെ വാക്യം, തടസ്സങ്ങൾ. ഈ 5-ാമത്തെ വാക്യം വായിക്കുന്നത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കാരണം ഈ 5-ാമത്തെ വാക്യത്തിൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും എത്ര കട്ടിയുള്ള പർവ്വത സമാനമായ പ്രയാസമാണെങ്കിലും മാറും. ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും ഉരുകി മാറി ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് 5-ാമത്തെ വാക്യം വായിച്ച്, കർത്താവിൻ്റെ മുമ്പിൽ, ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. മെഴുകുപോലെ ഉരുകുന്നത് തിരിയല്ല. മെഴുകുപോലെ ഉരുകുന്നു എന്ന് പറയുന്നത് ഐസ്ക്രീമോ ഐസോ ഒന്നുമല്ല, മഞ്ഞല്ല. പർവ്വതങ്ങൾ വലിയ മലകളാണ് പർവ്വതങ്ങൾ. അത് മെഴുകുപോലെ ഉരുകുമെന്ന് വചനത്തിൻ്റെ മിന്നൽ പിണർ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവാനുഗ്രഹത്തിൻ്റെ മിന്നൽ പിണർ വരുമ്പോൾ, ഇന്ന് പർവ്വത സമാനമായ തടസ്സങ്ങൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ അത് മെഴുകുപോലെ ഉരുകും. അങ്ങനെ ദൈവം നിനക്ക് മുന്നോട്ട് പോകാൻ വഴി തെളിച്ചു തരുമെന്ന് അതിൻ്റെ അർത്ഥം. ഒന്നും കൂടെ വായിച്ച് 5-ാമത്തെ വാക്യം, കർത്താവിൻ്റെ മുമ്പിൽ, ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. എന്തു വലിയ തടസ്സങ്ങളാകട്ടെ, എന്തു വലിയ പ്രതിസന്ധികളോ വെല്ലുവിളികളോ നിങ്ങൾ അനുഭവിക്കട്ടെ, എന്തു വലിയ പ്രയാസത്തിൻ്റെ മുമ്പിലാകട്ടെ, ഇനി ആരോട് ചോദിക്കും, ഇനി ആരെ സമീപിക്കും, ഇനി എന്തു ചെയ്യും, ആരോട് ഇതിനെക്കുറിച്ച് ഞാൻ സഹായത്തിന് ചോദിക്കും? വലിയ പർവ്വതമാണ്, ഒറ്റയ്ക്ക് കയറിപ്പോകാൻ പറ്റാത്ത വലിയ പർവ്വതം. എന്തു ചെയ്യും? പ്രാർത്ഥിച്ചു. ദൈവത്തിന്, ഭൂമി മുഴുവൻ്റെ അധിപനായ കർത്താവ് പർവ്വതങ്ങളെ മെഴുകുപോലെ ഉരുക്കും. പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകും. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പോലും മെഴുകുപോലെ ഉരുകും. എൻ്റെ മുമ്പിൽ രോഗമുണ്ട്, എൻ്റെ മുമ്പിൽ വെല്ലുവിളികളുണ്ട്, എൻ്റെ മുമ്പിൽ ഒറ്റപ്പെടലുണ്ട്, ഞാൻ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥ. എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒട്ടും സന്തോഷമല്ല. എൻ്റെ മുമ്പിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പർവ്വതം പോലെയുള്ള പ്രതിസന്ധികളെ ദൈവത്തിനറിയാം. അത് മെഴുകുപോലെയും മഞ്ഞുപോലെയും ഉരുക്കിക്കളയാൻ. തടസ്സങ്ങൾ മാറും. ചിലർ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, വീടിന് തടസ്സമായി, സ്ഥലം വിൽക്കാൻ തടസ്സമാണല്ലോ, ആ സ്ഥലം മേടിക്കാൻ തടസ്സമാണല്ലോ, ആ ജോലി കിട്ടാൻ തടസ്സമാണല്ലോ, ഒരു ആരോഗ്യമുള്ളൊരു തലമുറയെ ലഭിക്കാൻ തടസ്സമാണല്ലോ, സാമ്പത്തിക മേഖല മുഴുവൻ തടസ്സപ്പെട്ട് കിടക്കുവാണല്ലോ, ഈ തകർന്ന് കുഴിയിൽ നിന്ന് എങ്ങനെ കയറും? ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പർവ്വത കണക്ക് ശക്തമായ തടസ്സം, പ്രതിസന്ധി, വെല്ലുവിളി, ഉയർന്നു നിൽക്കുന്ന പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നം, മുമ്പിൽ അപ്പുറം കാണാൻ പറ്റത്തില്ലാത്ത വിധം ഉയർന്നു നിൽക്കുന്ന പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ മെഴുകുപോലെ ഉരുകും. സിമ്പിളായിട്ടാണ് പറഞ്ഞത്, മെഴുകുപോലെ ഉരുകും, മഞ്ഞുപോലെ ഉരുകും. പ്രശ്നങ്ങളെ മാറും, പ്രതിസന്ധികൾ മാറും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എല്ലാവരും പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവർ, ഈ വചനം കാണുന്നവർ, കേൾക്കുന്നവർ, അയച്ചു കൊടുക്കുന്നവർ, ഈ വചനത്തിൽ പങ്കാളികളാകുന്നവർ, ശുശ്രൂഷയിലൊപ്പം നിൽക്കുന്നവർ, ഇപ്പോൾ ഈ സമയത്ത് ഈ വചനം കേൾക്കുന്നവർ, ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്നവർ, കൗൺസിലിങ്ങിന് ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നവർ, വാഹനത്തിലിരുന്ന് വചനം കേൾക്കുന്നവർ, നിങ്ങളുടെ നിയോഗത്തെ ദൈവം സാധിച്ചു തരട്ടെ. ഈ ആലയത്തിലെ 7 ആശീർവാദത്തോടെയുള്ള ദിവികാരൻ്റെ പ്രദക്ഷിണം അനുഗ്രഹമാണ്. മഞ്ഞുപോലെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ഉരുകുന്ന പ്രാർത്ഥന ഏതൊക്കെ? കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത്, ധ്യാന ചാപ്പലിൽ മുട്ടിലിടഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത്, വചനത്തിൻ്റെ മിന്നൽ പിണർ സ്വീകരിക്കുന്നത്,
പർവ്വതം കണക്കുള്ള പ്രയാസങ്ങൾ പോലും മെഴുകുപോലെ ഉരുകാനിടയാകും. ശുശ്രൂഷയെ തന്നതിന്, ഈ സ്ഥലം ഒരുക്കിയതിന്, ദൈവഭവനമാക്കുന്നതിന്, ദൈവ സാന്നിധ്യത്തെ നിറച്ചതിന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരിടമായി മാറിയതിന് നന്ദി പറയുകയാണ്. ഈ സ്ഥലത്തെ കയറി വരുന്ന വഴികളെ, നാലതിരുകളെ, ദേശത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വരും. അനുഗ്രഹിയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ ആ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാനിട വരും. അനുഗ്രഹിയിലെ കൈ വിരിച്ച് പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ഈ ആലയത്തിൽ വരുന്നവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാകട്ടോ. അത് നേർച്ച നേർന്നുള്ള പ്രാർത്ഥന, പണമല്ല കേട്ടോ നേർച്ച. സാക്ഷ്യം പറയും, ദൈവമഹത്വത്തിനായി ഒരു സാക്ഷ്യം പറയുമെന്നുള്ളതാ നേർച്ച. നിങ്ങൾ എവിടെയാണോ, ഇവിടെയാണോ, ദൂരെയാണോ, പ്രാർത്ഥിച്ചേ. അനുഗ്രഹിയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ ആ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാൻ ഇടയാകണമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചേ. അതൊരനുഗ്രഹവും ഒരു സാക്ഷ്യവുമായിട്ട് ഇവിടെ വരും. ദൈവം അനുഗ്രഹിച്ചോളും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധം ഞങ്ങളെ സൂക്ഷിക്കണം. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പറയട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരനർത്ഥവും വരില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. യേശുവേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്നിവിടെയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.